ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ചെയിൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ബ്രേസ്ലെറ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 സൈസിലുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ്, ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് ഷെയ്ഡിലുള്ള 3 ബീഡ്സാണ്. മൂന്ന് സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത് മിക്സായിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കൊരു ഹുക്ക് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കോപ്പർ വയറാണ്. കോപ്പർ വയർ നമ്മൾ കുറച്ചധികം നീളത്തിൽ എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൈയുടെ അളവ് നോക്കുക, അതിൻ്റെക്കാൾ ഒരു ഡബിളിനേക്കാൾ ഒരു ഇത്തിരി കൂടെ കൂടുതൽ എടുക്കണം. അതിനുശേഷം അതിങ്ങനെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ആ ഹുക്കിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ബാക്കി ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പുറത്തെ 2 അറ്റം കൂടെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ബീഡ്സിലെ ഓഫ് വൈറ്റ് ബീഡ്സ്, ചെറുതാണ് നമ്മൾ ഓഫ് വൈറ്റിൽ എടുത്തേക്കുന്നത്, അത് ഒരു നമ്മുടെ കൈയുടെ അളവിൻ്റെ ഒരു 1/3 ആയിട്ട് എടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ കൈയുടെ അളവ് വെച്ചിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു 23 ബീഡ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചെറിയ ബീഡ്സ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള 1/3, അതായത് 1/3 ഭാഗം ഈ ഇത് വെച്ചിട്ട് കോർത്തെടുക്കുക. അങ്ങനെ മൊത്തം നമുക്ക് കോർത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു 1/3 ഭാഗം കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ബീഡാണ്. ഞാൻ മീഡിയം സൈസിൽ ബീഡ് എടുത്തേക്കുന്നത് പീച്ച് കളറാണ്. ആ പീച്ച് കളർ ബീഡ് ഇതുപോലെ ഒരു അറ്റത്ത് കൂടി കടത്തി വിടുക. അതിനുശേഷം മറ്റേ അറ്റം ഇതിനുള്ളിൽ കൂടെ തന്നെ കയറ്റി പുറത്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നെക്സ്റ്റ് ഈ ബീഡ് ഇടുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി വേണ്ടത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോപ്പർ വയറിൻ്റെ 2 അറ്റവും 2 രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2 വലിയ ബീഡ്സ്, അതായത് വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ട് 2ലും ഓരോന്നിടുക. അതിനുശേഷം ഇതുപോലെ ആണ് വരിക. ഇനി ആ 2 വയറും കൂടി നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും നമ്മുടെ മീഡിയം സൈസ് പീച്ച് കളർ ബീഡ് നമ്മൾ ചെയ്യുകയാണ്. ഇതാണ് നേരത്തെ നമ്മൾ പീച്ച് കളർ ബീഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റെപ്പ്. ഇതുപോലെ 2 വയറും ഈ ബീഡിനുള്ളിലൂടെ കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇവിടെ വന്നിട്ട് അത് ലോക്കാവും. അപ്പോൾ നമ്മുടെ ആദ്യം എടുത്ത വലിയ ബീഡ് തമ്മിൽ അതവിടെ ലോക്കായിട്ടുണ്ടാവും. ഇനി വീണ്ടും നമ്മൾ 2 വയറിലും ഓരോ വലിയ ബീഡ്, വൈറ്റ് ബീഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്, കോർക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ബീഡ്സ് വെച്ചിട്ടാട്ടോ ചെയ്യണത്. അതിനുശേഷം അതിന് ലോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പീച്ച് കളർ മീഡിയം സൈസിലുള്ള ബീഡ് യൂസ് ചെയ്യുന്നു. അത് ആദ്യത്തെ 3/1 ഭാഗം നമ്മൾ ചെറിയ ബീഡ്സ് കോർക്കണം. നടുക്കത്തെ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മീഡിയം സൈസും വലുതും അങ്ങനെ ആ 2 സൈസ് ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 3/1 ഭാഗം കൂടി ഇത് വെച്ചിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഓൾമോസ്റ്റ് 3/1 ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 വയറും കൂടെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ആ ചെറിയ ബീഡ്സ്, ഓഫ് വൈറ്റ് ബീഡ്സ്, നമ്മൾ ആദ്യമേ കോർത്ത അത്രയും നമ്പർ എത്രയാണ്, ഇപ്പോൾ ഞാൻ 23 ആണ് എടുത്തേക്കുന്നത്, അതുപോലെ 23 തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എടുത്തു കൊടുക്കാം. നിങ്ങളുടെ കൈയുടെ സൈസ് അനുസരിച്ച് അതിൻ്റെ അളവുകൾ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അത് നിങ്ങളുടെ കൈയുടെ അളവനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് കോർത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഈ വയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി ടൈറ്റാക്കി കൊടുക്കാം. നന്നായിട്ട് ചുറ്റി ടൈറ്റാക്കണം. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇവിടെ നന്നായിട്ട് വലിച്ച് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. അറ്റം നന്നായിട്ട് കയ്യിലൂടെയും കുത്തിക്കറില്ല എന്ന് ഉറപ്പാകുന്ന രീതിയിലൊന്ന് നന്നായിട്ട് ട്രൈ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.